ഒരു കൊച്ചു ചിന്ത നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി ഞാൻ വായിക്കാൻ വന്ന ബൈബിൾ വാക്യം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായമാണ്. അതിൻ്റെ 3-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ, 3-ാമത്തെ വാക്യം, അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്ന്, യേശുവിന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. മതി. യേശുവിന്റെ അടുക്കിലേക്ക് ശിഷ്യന്മാരൊക്കെ വന്നു. പല കാര്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ട്. ആ പല കാര്യങ്ങളുടെ ഇടയിൽ പ്രധാനപ്പെട്ടൊരു ചോദ്യം കർത്താവിനോട് ചോദിക്കണം. കർത്താവേ, അങ്ങ് പറഞ്ഞ വാക്കിൽ നിന്ന് ഞങ്ങൾ പിടിച്ചെടുത്തൊരു കാര്യമാ, ലോകത്തിന്റെ അവസാനത്തിനും അങ്ങയുടെ വരവിനും അടയാളം എന്തുവാ? ഇപ്പം മടങ്ങി വരവിനെ കുറിച്ചുള്ള ധാരാളം വാക്യങ്ങളുണ്ട്. കർത്താവിന്റെ മടങ്ങി വരവാണ് നമ്മുടെ പ്രതീക്ഷ. എന്നോട് നിങ്ങൾ വരണം. ഒത്തിരി വാക്യങ്ങളുണ്ട് അല്ലേ? ഒത്തിരി വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 1-11 വാക്യത്തിൽ പറയുന്നു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ എന്ത് ചെയ്യും? പറഞ്ഞേ, മടങ്ങി വരും. തെസ്സലോനിക്കർ പറയുന്നു, കർത്താവ് ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോവരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് എന്ത് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ എന്ത് ചെയ്യും? ചേർത്തുകൊള്ളും. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. അപ്പൊ യേശു മടങ്ങി വരുമെന്ന് ധാരാളം വാക്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഇവരുടെ അകത്തും ഒരു ചിന്ത, ഒന്ന് മടങ്ങി വരും. പക്ഷെ എപ്പോ വരും പറഞ്ഞാൽ കാലങ്ങളെ കുറിച്ച് അറിയത്തില്ല, നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. അപ്പൊ അവർ പറഞ്ഞ് കൃത്യമായ കാലം പറയാൻ പറ്റില്ലെങ്കിലും അതിന്റെ അടയാളമൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് പറയണം. ഞങ്ങൾക്കൊന്ന് ഒരുങ്ങാനാ അടയാളം. 24-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായമൊക്കെ അടയാളങ്ങളാണ്. ഇപ്പൊ എല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ 3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. 1, സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റം. 2, പ്രകൃതിയുടെ വീക്ഷണം, പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റം. 3, ആത്മീകരിൽ ഉണ്ടാകുന്ന മാറ്റം. ഇത് 3 പറഞ്ഞാൽ മതി. ഒരുങ്ങേണ്ടവർക്ക് എന്ത് ചെയ്യാം? ഒരുങ്ങാം. ഇല്ലേ വെച്ചാ? സ്തോത്ര. ഈ മാനസാന്തരത്തിന് വേണ്ടി 1 മണിക്കൂറത്തെ പ്രസംഗത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു കോഴി എന്ത് ചെയ്താൽ മതി? മാനസാന്തരപ്പെടാൻ 3 മണിക്കൂറത്തെ പ്രസംഗത്തിന്റെ ആവശ്യമില്ല. ഒരു കോഴിയുടെ ഒറ്റ കൂവല പുള്ളി കേട്ടു. കോഴിയാന്നോ? ആ കോഴിയാ. അങ്ങോട്ട് മാറിക്കരഞ്ഞു. അത് കേട്ടപ്പോഴേ മനസ്സിലായി, ഈ കോഴി കൂവുന്ന എന്നെ ഉദ്ദേശിച്ച് മാത്രമായി എന്ത് ചെയ്യുന്നേ? കൂവുന്നേ. പുള്ളി ഉണപ്പെട്ടു. ഇപ്പൊ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ധാരാളമാ. സ്തോത്ര. പ്രധാനപ്പെട്ട 3 മേഖല പറയാനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. പ്രാരംഭത്തിൽ ഞാൻ പറയാൻ ചിന്തിക്കുന്നത് സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം. നമുക്ക് വായിക്കാം. അതിൻ്റെ 36-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 36-ാമത്തെ വാക്യം. ആ നാളും നാഴികയെ സംബന്ധിച്ചോ എന്റെ പിതാവിന് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. നിന്റെ വരവിന് അടയാളം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, ആ നാളിനെ കുറിച്ച്, സ്വർഗത്തിലെ ആ നാളും നാഴികയെ സംബന്ധിച്ച് എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും, പ്രത്യേകിച്ച് സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. പക്ഷെ അവിടെ കൊണ്ട് നിർത്തിയില്ല. പിന്നെ അടുത്ത വാക്യം പറയുന്നു, ആ കാലത്തിന്റെ പ്രത്യേകത നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. അപ്പോ കർത്താവ് എന്ന് വരും? ഒറ്റ കാര്യം ഓർത്താൽ മതി, നോഹയുടെ കാലം എങ്ങനെയാണോ ആ കാലത്തിലൊക്കെ ഈ കാലം എത്തുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം ആര് വരും. അങ്ങനെയാണെങ്കിൽ വരേണ്ട സമയം ആകുവാന്നാണോ? ഇല്ലേ? ആയി. എത്ര സിമ്പിളാണേ. എന്നാ വരുന്നേ? ഒറ്റ കാര്യമുള്ളൂ, നോഹയുടെ കാലം പോലെ ആകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരും. അപ്പൊ നോഹയുടെ കാലം എന്താ? ചിന്തിക്കാം. ആ കാലത്തിന് തത്തുല്യമായ കാലം വരുമ്പോൾ ഡെഫിനറ്റ്ലി യേശു വരും.
അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം പറയാൻ ആഗ്രഹമുണ്ട്. മിക്കവാറും നമ്മുടെ തലമുറയിൽ തന്നെ വരാൻ സാധ്യത. വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്ര 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 സ്തോത്രം. നമ്മുടെ തലമുറയിൽ തന്നെ ഇതൊക്കെ ഈ ഉണ്ടെന്നൊക്കെ പറയാനും ചോദിക്കാനും ഒക്കെ വളരെ എളുപ്പമുള്ള ആരും പിന്നെ ചോദിക്കുന്നതന്നെ എളുപ്പമെന്നറിയാമോ? ഉണ്ടെന്ന് പറയാൻ അതിനേക്കാൾ എളുപ്പമാണ്. പിന്നെ സ്തോത്ര സ്തോത്ര ഈ റിയാലിറ്റിയിലോട്ട് വരുമ്പോഴാണ് ഇതൊക്കെ ഗൗരവമായി നാം ചിന്തിക്കേണ്ടി വരുന്നത്. റിയാലിറ്റിയിലോട്ട് വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഗൗരവഭാവം വരുന്നത്. മനസ്സിലാകുന്നവർക്കായി കർത്താവിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പൊ നോഹയുടെ കാലം പോലെ സമൂഹമാകുമ്പോൾ, നോഹയുടെ കാലം പോലെ കൊടുമണ്ണാകുമ്പോൾ, നോഹയുടെ കാലം പോലത്തെ കാലം ഏലപ്പാറയിലാകുമ്പോൾ, നോഹയുടെ കാലത്തിന്റെ സിസ്റ്റങ്ങൾ, അതിന്റെ രീതികൾ ഹൈ റേഞ്ചിലാകുമ്പോൾ, പത്തനംതിട്ടയിലാകുമ്പോൾ, കേരളത്തിലാകുമ്പോൾ, ലോകത്തിലാകുമ്പോൾ ഉറപ്പ് ഞാൻ ഇങ്ങോട്ട് വരും. അപ്പൊ എന്താണ് നോഹയുടെ കാലം? നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത 3-4 ഉണ്ട്. 6 അധ്യായം എടുക്കാമോ നിങ്ങൾ? ജനസീസ് മോളെ ഒരു 3 വാക്യം വായിക്കണം, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ജനസീസ് ഉൽപ്പത്തി പുസ്തകം എടുത്തോ. 6 അധ്യായം എടുത്താട്ടെ 1-ാമത്തെ വാക്യം തുടങ്ങി വായിച്ചേ. മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അന്നത്തെ ലോകത്തിന്റെ 1-ാമത്തെ പ്രത്യേകത ബോധിച്ചതുപോലെ നടക്കുന്ന ഒരു കാലം. എങ്ങനെയാ മാമേ? എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ബോധിച്ചതുപോലെ. എനിക്ക് ഏലപ്പാറയ്ക്ക് പോകാന്ന് തോന്നി, ഞാൻ ഏലപ്പാറയ്ക്ക് പോവാ. എവിടെ പോവാടാ? ഏലപ്പാറയ്ക്ക്. ഇവിടെ പോകണ്ട, ഞാൻ പോയിരിക്കും. മതിച്ച സിമ്പിൾ. എവിടെ പോവണം? ഞാൻ ഇന്നടത്ത് പോവാ. എടാ അത് ശരിയല്ലടാ, നെവർ മൈൻഡ്. ആര് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യാത്ത, അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം സഞ്ചരിക്കുന്ന തലമുറകൾ ഉള്ള കാലമായിരുന്നു ആരുടെ? അപ്പൊ ആ ഒരു കാലത്തിന്റെ സിമ്പൽ ഇന്നുണ്ടോ? ഉണ്ടോ? അയ്യോ, അപ്പനും അമ്മയ്ക്കും മക്കളെ പേടിയായി ഇപ്പോ. ഏതാ? തന്നോളമായാൽ താനെന്ന് വിളിക്കണം. അത് തന്നോളമായാലാ. ഇപ്പൊ അപ്പന്റെ പേടി 7-ാം ക്ലാസ്സുകാരനെയാ. എൻ്റെ പാസ്റ്ററെ കഴിഞ്ഞിടയ്ക്ക് സോഷ്യൽ മീഡിയക്കകത്തൊരു വീഡിയോ വന്നു. എൻ്റെ അമ്മാമേ 12 വയസ്സുകാരൻ്റെ കയ്യിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ എന്ത് ചെയ്തു? അമ്മ ഇങ്ങ് മേടിച്ചു. 12 വയസ്സുകാരൻ്റെ ഇത് മൊബൈൽ ഫോൺ ഇങ്ങ് മേടിച്ചു. 1/2 മണിക്കൂർ കൊണ്ട് അവൻ ആ വീട് എന്ത് ചെയ്തു? കണ്ടായിരുന്നോ നിങ്ങൾ? തകർത്തു. അയ്യോ, ആധുനിക ഉപകരണങ്ങൾ മൊത്തം ഉണ്ട് ഒരു വീട്ടിൽ. ഒരപ്പൻ്റെ പുരുഷായുസ് കൊണ്ട് ഉണ്ടാക്കിയ സാധന. ഒരു പുരുഷായുസ് കൊണ്ട് മരുഭൂമിയിലൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയ സംഭവമാണ്. പക്ഷേ 1/2 മണിക്കൂർ കൊണ്ട് അവനെ അടിച്ച് ഫിനിഷ് ചെയ്യും. അവൻ്റെ ഇത് മൊബൈലിൽ മേടിച്ച സ്തോത്രം. ജനിപ്പിച്ച അമ്മ കാശ് കൊടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് വീടിന് ചുറ്റും നടന്ന് തെറി വിളിക്കുന്ന ഒരു ചെറുക്കൻ്റെ ഒരു 8-ഓ 10-ഓ വയസ്സുള്ള 12-ഓ വയസ്സുള്ള ഒരു ചെറുക്കൻ്റെ വീഡിയോ നമ്മൾ എന്ത് ചെയ്തതാ? ഈ സോഷ്യൽ മീഡിയക്കകത്ത് കണ്ടതാ. സ്തോത്രം. നമ്മളൊക്കെ എനിക്കറിയത്തില്ല കേട്ടോ, ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ഇതിന്റെ സിസ്റ്റത്തിലോട്ട് മനസ്സിലാക്കണം. സ്തോത്രം. ഇഷ്ടപ്രകാരം സഞ്ചരിക്കുന്ന തലമുറകൾ ഉള്ള കാലമായിരുന്നു നോഹയുടെ കാലമെങ്കിൽ ഇന്ന് ആ കാലഘട്ടമാണെന്ന് പറയുന്നതിനകത്ത് ഒരു സങ്കോചവുമില്ല. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആർക്കും ആരെയും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഈ നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ പറഞ്ഞ പണ്ടൊക്കെ ഈ പാസ്റ്റർമാർക്ക് വീടുകളിൽ അകത്തൊരു സ്വാധീനം ഉണ്ടായിരുന്നു. അറിയാമോ? പണ്ടൊക്കെ ഈ പാസ്റ്റർമാർക്ക് വീടുകളിൽ, വിശ്വാസ വീടുകളിൽ ഒരു സ്വാധീനമുണ്ട്. ഡോ പാസ്റ്റർപ്പ വരുന്നടാ എന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ പണ്ട് പേടിയായിരുന്നു. ആ പേടി പിള്ളേർക്ക് ഇല്ല. അതെന്തായിരിക്കും അറിയാമോ? എന്നറിയോ? നമ്മൾ ഈ പിള്ളേരുടെ മുമ്പിലിരുന്ന വാസിന്റെ കുറ്റം പറയുന്നേ. ഇവരുടെ കൊണ്ടിരുന്ന ഞായറാഴ്ച വണ്ടിയെ കയറിയ അപ്പത്തൊട്ടോ എന്നാ സങ്കീർത്തനമായിരുന്നു പുള്ളിയുടെ സങ്കീർത്തനം. എന്നാ പാട്ടാ, അവളുടെ പാട്ട് കേട്ടില്ലയോ? നമ്മൾ ഈ അപ്പം പിള്ളേർ തോന്നുന്നു ഇത്രയ്ക്ക് ഉള്ളൂ. പിന്നെ നമ്മൾ പിന്നെ പറയാം ഓണ്ടറാ പാസ്റ്റപ്പ വരുന്നു. എന്നാ വരന മമ്മി പറഞ്ഞ പാസ്റ്റർ അല്ലയോ? ആ പുള്ളി വന്നിട്ട് പോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അപ്പന്, എന്നോട് നിങ്ങൾ പറഞ്ഞ അപ്പന് കീഴ്പ്പെടത്തില്ല, അമ്മയ്ക്ക് കീഴ്പ്പെടത്തില്ല. പാസ്റ്റർമാർക്ക് പണ്ട് കീഴ്പ്പെടുമായിരുന്നു, അതിന്നും മാറി. പിന്നെ ആര് കീഴ്പ്പെടുത്തും? ആർക്ക് കീഴ്പ്പെടും? ആകെ ഒറ്റ കേസേ ഉള്ളു കീഴ്പ്പെടാൻ, അത് പോലീസാ. ആർക്കും കീഴ്പ്പെടാത്തതിന് അവരെന്ത് ചെയ്യും? ഇങ്ങോട്ട് നോക്കി. എൻ്റെ ഒരു സ്നേഹിതൻ, ഒരു ജോൺസൺ പാസ്റ്ററുണ്ട്. അദ്ദേഹം തട്ടാരുപടിക്കാരനാണെങ്കിലും ഇപ്പം അദ്ദേഹം താമസിക്കുന്ന തിരുവല്ലയില്ല.
പത്തനംതിട്ട സബ് ജയിലിൽ ഒരിക്കൽ സുവിശേഷം പറയാൻ ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടി. സബ് ജയിലിൽ. അപ്പം അദ്ദേഹം ഈ ആൾക്കാരെല്ലാം വന്നപ്പോൾ ഒരു 100 പേരുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പരസ്യത്തിൽ ഞാൻ കേട്ടതാണ്. അപ്പോൾ ആൾക്കാരൊക്കെ വന്നിരിക്കുമ്പോൾ അദ്ദേഹം ഒരു പാട്ട് പാടി. ഓ കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്ന് കാണുമോ. ആ പാട്ട് മൊത്തം പാടിയപ്പോൾ 80 പേരും കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഒന്നുകൂടെ പാടണം. ഒന്നുകൂടെ പാടി. ബാക്കിയുള്ളവരും കരഞ്ഞു. നിർത്തിയില്ല. പാസ്റ്റർ ഒന്നുകൂടെ. അദ്ദേഹം പറഞ്ഞത് 5 വട്ടം അങ്ങണ്ട് ആ പാട്ട് എന്ത് ചെയ്തു, സ്തോത്രം പാടിച്ചു. എവിടെന്നറിയോ? സെൻട്രൽ ജയിലിൽ. കാരണം പലരും അകപ്പെട്ടു പോയതാണ്, മനഃപൂർവ്വമായി ചെന്ന് കയറിയതല്ല. പറഞ്ഞതിന്റെ സാരാംശം, ആർക്കും കീഴ്പ്പെടാതെ ബോധിച്ചതുപോലെ നടന്നാൽ ചെന്നെത്തുന്ന സ്ഥലം മോശമായിരിക്കും. അത് തിരിച്ചറിയാൻ വേണ്ടി മാത്രം ആ പാട്ടും അതിന്റെ സംഭവങ്ങളും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ സ്റ്റേറ്റ്മെന്റ്, നോഹയുടെ കാലം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് ആ കാലത്തിന് ഒരു മാറ്റമില്ല. ബോധിച്ചതുപോലെ നടക്കുന്ന കാലഘട്ടം. തലമുറയുടെ കാര്യമൊക്കെ പറഞ്ഞാലേ, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നമുക്കൊക്കെ പരിമിതിയുണ്ട്. ഇപ്പം പൈസ ഒത്തിരി വന്നു. പെന്തിക്കോസുകാർക്ക് ഇഷ്ടം പോലെ പൈസ വന്നു. പണ്ടാണ് ഒരു മുറിക്കകത്ത് 4 പേര് താമസിച്ചു. ഇപ്പം 4 പേർക്ക് 4 മുറിയാണ്. ഈ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നത് 7 o'clock. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഡോക്ടർമാർ പറഞ്ഞ് ഫുഡ് കഴിക്കുവാണെങ്കിൽ 7 മണിക്ക് മുമ്പേ എന്ത് ചെയ്യണം, കഴിച്ചോണം. 7 മണിക്ക് മുമ്പേ കഴിച്ചു. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഒരുമിച്ചുള്ള പ്രാർത്ഥനയൊന്നും പലയിടത്തും ഇല്ല. അപ്പം ഹെൽത്ത് ഇഷ്യൂസ് അതാണല്ലോ നമ്മൾ പറയുന്ന ആരോഗ്യ പ്രോബ്ലം. പിള്ളേരൊക്കെ 7 മണിക്ക് മുറിക്കകത്തോട്ട് കയറിയാൽ പിന്നെ അവൻ തലകുത്തിയാണോ നടക്കുന്നത് പോലും നമുക്ക് എന്ത് ചെയ്യത്തില്ല. എന്നോട് നിങ്ങൾ വരുന്നുണ്ടോ? അറിയത്തില്ല. അവർ കയറി കഥ കടച്ചൽ, പിന്നെ അതിനകത്ത് എന്താന്ന് പോലും നമ്മൾ ആരും അറിയുന്നില്ല. അവരോട് ഉണ്ടോന്ന് പോലും. ഞാൻ അവിടെ നിന്നാൽ എൻ്റെ മൊത്തം ഒന്നും പറയാൻ പറ്റാതെ വരും. അവിടുന്ന് വേഗം സ്കിപ്പ് ചെയ്യുക. ഒന്ന്, ബോധിച്ചതുപോലെ നടക്കുന്ന ഒരു കാലഘട്ടം. വായിച്ചേ മോളെ അടുത്ത വാക്യം. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. രണ്ടാമത്തെ കാര്യം, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് എല്ലാ ദിവസവും സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. കാരണം അവൻ ജഡം തന്നെയല്ലോ. എങ്ങനെ ഒന്ന് പറഞ്ഞേ, എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അന്നത്തെ ആൾക്കാരുടെ പ്രത്യേകത, ഒറ്റ ചിന്തയെ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ, നമുക്കൊരു ജഡം മാത്രമേ ഉള്ളൂ, അകത്ത് ആത്മാ ഉണ്ടെന്നുള്ള ഒരു ചിന്തയും ഇല്ല. എന്ന് പറഞ്ഞാൽ ജഡത്തിന് എന്താ വേണം? ഭക്ഷണവും വിനോദവും മാത്രം. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ജഡം മാത്രമേ ഉള്ളൂ എന്ന ധാരണയിൽ ജീവിച്ചവർ ആത്മാവിനെ കുറിച്ച് ആരും അറിയില്ല. ഇന്നും നമുക്ക് അങ്ങനെയാ. ഭൂരിഭാഗം പേരുടെയും പ്രത്യേകത ജഡത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണ്. ജഡത്തെക്കുറിച്ച് മാത്രം. നേരം വെളുക്കുമ്പോൾ ആദ്യത്തെ ചിന്ത രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കുന്നുള്ളത്. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ചിന്ത ഉച്ചക്കത്തെ ലഞ്ചിന്. അതെ, അറിയണമെങ്കിൽ സഹോദരിമാരോട് ചോദിക്കണം. അവരുടെ ഏറ്റവും വലിയ കൺസേൺ എന്തെല്ലാം കൂട്ടാൻ ഉണ്ടാക്കുന്നുള്ള വിഷയത്തില്ല. അവന് വേണ്ടി 10 മിനിറ്റ് പ്രാർത്ഥിക്കുന്ന വിഷയത്തിലല്ല. എന്ത് കൂട്ടാൻ കൊടുക്കും. ഇന്നലെ പറ്റിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ കുറഞ്ഞ് ഞാൻ പറ്റിച്ചു തരാം. കേട്ടിട്ടില്ലയോ? പറ്റിച്ചു തരാം. കൊടുക്കത്തില്ല. ഈ പറ്റിച്ചു കൊടുക്കുന്നതിനായി പറ്റിക്കാന്ന് പറയുന്നു. രക്തത്താൽ ചെയ്തു. ഇന്നലെ അവനെ പറ്റിച്ചു കൊടുത്തു, പിന്നെ ഞാൻ തന്നെ പറ്റിച്ചു കൊടുത്തു, ഇനി ഇന്ന് അവനെന്തോ കൊടുക്കും. ഇപ്പൊ ഉച്ചക്കത്തത് കഴിച്ചോണ്ടിരിക്കുമ്പോ, വായിൽ വെച്ചോണ്ടിരിക്കുമ്പോൾ അവന്റെ അടുത്ത ചോദ്യമാണ്, മമ്മി വഴക്കത്തേക്ക് എന്തോ മമ്മി ഉള്ളത്. അവന് അതിനകത്തൊരു ആത്മാവുള്ളതിനെ പറ്റി ഒരു ബോധ്യവും. നിങ്ങൾ മിണ്ടുന്നില്ല.
ഭക്ഷണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന കാലം. നിങ്ങൾക്കറിയുമോ, കൂണ് പോലെ റെസ്റ്റോറൻറ്റ് എന്ത് ചെയ്യുന്നേ? കൂണ് പോലെ. നിങ്ങൾക്ക് അതിനകത്ത് ആശ്ചര്യമായി തോന്നിയ കാര്യം, ഒറ്റ റെസ്റ്റോറൻറ്റിൽ പോയാൽ ഉടനെ കിട്ടത്തില്ല, എല്ലാ റെസ്റ്റോറൻറ്റിലും ഭയങ്കര ക്യൂവാ. കാരണം ആൾക്കാർക്ക് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാനില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇത് ഞാൻ സിമ്പിളായിട്ട് എൻ്റെ പച്ച മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിലാണ് പറയുന്നത്. ഇതിനകത്ത് ഗ്രീക്കോ ഹീബ്രോ ഒന്നുമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവണം, യേശു മടങ്ങി വരാൻ കാലഘട്ടം അടുത്തെന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് പണ്ടത്തെ പോലെയല്ല, അതിനൊക്കെ ശക്തമായ ഉണർവിലേക്ക് ദൈവസഭ തിരിച്ചു കയറി വരണം. അതാണ് ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്നത്. അത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറ. ജഡത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. അകത്തൊരു ആത്മാവിനെ കുറിച്ച് നോ വറീസ്. അകത്തൊരു സാധനമുണ്ട്, അതിനെക്കുറിച്ച് ഒരു ബുദ്ധിമുട്ട്, ഒരു പറയും. ആ പുള്ളിക്ക് ആരോഗ്യമുണ്ടോ? ഒരു ഇൻഡോർ മീറ്റിംഗ് അല്ലേ, കൂടുതൽ പേരും പെന്തിക്കോസ്തുകാരല്ലേ. അകത്തെ ആത്മാവിന് ഭക്ഷണം കൊടുക്കാത്ത എത്ര പേരുണ്ടെന്നറിയോ? എങ്ങനെ അകത്തെ പുള്ളി ഫില്ല് ചെയ്യുന്നേ? നല്ല വചന കേൾവി. നമുക്ക് ഉറങ്ങാൻ പറ്റിയ നല്ല സമയമായത് പറ. സഭായോഗത്തിന് നല്ല മെസ്സേജ് പറയുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റും. കാരണം വീട്ടിൽ ചെന്നാൽ ഉറക്കമില്ല, സമാധാനമില്ല, ഉറക്കമില്ല. റബ്ബർ എടുത്തുകൊണ്ട് പോകുമോ? ഇപ്പോൾ വിലയില്ലാത്തതുകൊണ്ടിന് കുഴപ്പമില്ല. റബ്ബർ ആരെങ്കിലും മൂട്ടിച്ചുകൊണ്ട് പോകുമോ? അടുക്കളയിൽ കൂടെ കുത്തി ആരെങ്കിലും കയറി വരുമോ? കാരണം നമുക്ക് വലിയ വീടായതുകൊണ്ട് അടുക്കള തുറന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഈ ബെഡ്റൂമിനകത്തില്ലയോ, ഇത് 1 കിലോമീറ്ററാണ്, രക്തത്താലി ചെയ്യും. അപ്പം അതുകൊണ്ട് അതിലെങ്ങനെ പൊളിച്ചു വരുമോയെന്ന് അറിയത്തില്ല. ആകുലതകൾ കൊണ്ട് ഉറക്കത്തില്ല, ആകുലത ചിന്തയുണ്ട്, നമ്മൾ അതിലേക്ക് വരും, ഉറക്കമില്ല. ഇതാകുമ്പോൾ ഒരു പ്രശ്നമില്ല, ഒരാളിങ്ങനെ മയക്കൊണ്ട് നിൽക്കുക, എല്ലാവരും നോക്കിക്കൊണ്ട്, നമുക്കൊരു ദോഷവും വരത്തില്ല. എന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്തേക്കാം? ഇനി പാട്ടുപാടിയാലോ? കൊളസ്ട്രോളൊക്കെ വന്നത് കൊണ്ട് നമുക്ക് പണ്ടത്തെ പോലെ ആരാധനയില്ല. എൻ്റെ അടുത്ത് നിങ്ങൾ ആരാധന കേട്ടു. ഈ വേറൊരു വിഷയം, പാസ്റ്റർ എങ്ങനെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളിൽ പലരും നമ്മൾ ആശിച്ച തുറമുഖത്ത് എന്ത് ചെയ്തു? എത്തി. പെന്തിക്കോസി വന്നപ്പോൾ നമുക്ക് ടെൻഷനായിരുന്നു, ദൈവമേ രക്ഷപ്പെട്ടു പോകുമോ? മോളെ കെട്ടാൻ ആരേലും വരുമോ? അവനെങ്ങാനും ഒരു ഭാവി ഉണ്ടാകുമോ? അവൻ UK-ലോ അമേരിക്കയിലോ വല്ലതും പോകുമോ? ടെൻഷനോ, ഉപവാസവും പ്രാർത്ഥനയും. നമ്മളിപ്പോൾ രക്ഷപ്പെട്ടു, പിള്ളേർ അയർലൻഡിലും UK-ലൊക്കെ പോയി. ഒരു പുല്ല് വെച്ച വീട് കിട്ടുമോ എന്ന് ചിന്തിച്ച് നമുക്കിപ്പോ 2 നില വീട് എന്ത് ചെയ്തു? കിട്ടി. നമുക്ക് പ്രതീക്ഷിച്ച സംഭവത്തേക്ക് വന്നു. സ്തോത്രം. സൈക്കിളിൽ പോകാൻ പറ്റുമോ എന്ന് ചിന്തിച്ച നമുക്കിപ്പോ സൈക്കിളല്ല, 4 വീലുള്ള വാഹനം എന്ത് ചെയ്തു? അതും AC. അപ്പൊ നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്തേ? 10 സെന്റ് സ്ഥലത്തിനകത്ത് 2 നില വീടും ഒരു കാറും, അധ്വാനിക്കാതെ പലിശയെടുത്ത് ജീവിക്കാൻ ബാങ്കിൽ ഒരു ഡിപ്പോസിറ്റും, മക്കൾ എവിടെയെങ്കിലും ചെന്നെത്തുക, അവർക്ക് ഭാവി സുരക്ഷിതമാകുക. ഗ്ലോറി, 21 ഗ്ലോറി, 40 ഗ്ലോറി, 21 ഗ്ലോറി, പിടിച്ച് കാര്യം എന്ത് ചെയ്തു? ഇനിയിപ്പോൾ നമുക്ക് തോണ്ടിയാലും കുഴപ്പമില്ല, കാരണം അവരെല്ലാം എത്തേണ്ട സ്ഥലത്ത് എന്ത് ചെയ്തു? എൻ്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടോ? എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? കരം ഉയർത്തിയൊരു സ്തോത്രം എന്ന് പറഞ്ഞേ. ഇന്ന് രാത്രി, 2ാമത് രാത്രി, ചില മേഖലകൾ പൊളിയപ്പെടണം യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ. നമ്മുടെ ഡെസ്റ്റിനേഷൻ UK അല്ല, നമ്മുടെ ഡെസ്റ്റിനേഷൻ കാനഡയോ ഓസ്ട്രേലിയയോ അല്ല. അവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ നിത്യരാജ്യമാണ്. ഓർണമെന്റ്സ് വലിച്ചൂരിയതും വിശുദ്ധിക്ക് വേണ്ടി നിന്നതും വിശ്വാസത്തിൽ വന്നതിന്റെ പിമ്പിലെ ഉദ്ദേശം യേശുവിന്റെ മടങ്ങി വരവാണ്. ജനത്തിന്റെ ചിന്തകൾ പൊളിയട്ടെ, ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ ഇന്ന് രാത്രി ജനം തയ്യാറാവട്ടെ. ഒരു നോർമൽ ചർച്ചിലാകെ 3 മീറ്റിംഗ് പ്രധാനമായിട്ടുള്ളത്. ഒരു സാധാരണ ചർച്ചിൽ 3 മീറ്റിംഗ്, സഭായോഗം 3 മണിക്കൂർ, കോട്ടേജ് മീറ്റിംഗ് 1.5 മണിക്കൂർ, ഉപവാസ പ്രാർത്ഥന വെള്ളിയാഴ്ച 2 മണിക്കൂർ. അത് 10 തൊട്ട് 12 വരെ, അല്ലെങ്കിൽ 10:30 തൊട്ട് 12:30 വരെ. അപ്പം 3, 2, 5, 6.5 മണിക്കൂറാണ് ഒരാഴ്ച ആത്മാവിന് വേണ്ടിയുള്ളത്. അതും കൃത്യമായിട്ട് വന്നാൽ 10 മണി എന്ന് പറഞ്ഞാൽ ഷാർപ്പിന് 10 മണിക്ക് വന്നാൽ, നമ്മൾ ഉണർവ് മൂത്ത് 10 മണിക്ക് വണ്ടി എന്ത് ചെയ്യത്തുള്ളൂ? സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇങ്ങോട്ട് വന്നേ.
10 മണിക്ക് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. പാത്രമൊക്കെ കഴുകി വെച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യും? ഒന്നുകൂടെ ചെല്ലും. എങ്ങനെയാലും ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നിർത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. ആകെ 3 യോഗത്തിലും കൃത്യസമയത്ത് പങ്കെടുത്താൽ നിന്റെ ആത്മാവിന് വേണ്ടിയുള്ളത് ആകെ കിട്ടുന്ന 6.5 മണിക്കൂറാണ്. അതൊരാഴ്ചയിൽ. അപ്പോൾ ഒരു മാസത്തിലോ 4, 6, 24, ഒരു ദിവസം മാസത്തിൽ 1, ഒരു കൊല്ലത്തിൽ 12. എന്നോട് നിങ്ങളുണ്ടോ? സ്തോത്രം. 12 ദിവസം, 365 ദിവസത്തിൽ കേവലം 12 ദിവസം പോലും നിന്റെ ആത്മാവിനെ ഫീഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. ജഡം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കരുത്. ആത്മാവുണ്ട്. ജഡത്തെ പറ്റി മാത്രം ചിന്തിക്കുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടമെങ്കിൽ അതിന് തുല്യമാണ് ഈ കാലഘട്ടം. ഇന്ന് രാത്രി തിരിച്ചറിയണം, നിന്നോട് വാദിക്കാനില്ല. യേശു മടങ്ങി വരാനാഗതമായി. അവൻ കാലഘട്ടം എടുത്തു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ട്. ജഡത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന കാലഘട്ടം. അടുത്ത വാക്യം വായിച്ച മോളെ. എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകുമെന്ന് അരുളി ചെയ്തു. അടുത്തത്, അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ. അടുത്ത വാക്യം, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയ. മൂന്നാമത്തെ പ്രശ്നം, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലുത് എന്ന് പറഞ്ഞാൽ ദുഷ്ടത പെരുകുന്ന പറഞ്ഞേ കാലഘട്ടം. ദുഷ്ടത പെരുകുന്ന കാലഘട്ടം. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരാളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമായിരുന്നു. ഇന്നിപ്പോൾ ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ കോഴിയുടെ കഴുത്ത് പിരിക്കുന്ന പോലെ ഉള്ളൂ. ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ വലിയ വലിയ വിഷയമല്ല അല്ല. ഇന്നത്തെ വാർത്തയ്ക്കകത്ത് ഞാൻ 24 ന്യൂസിനകത്ത് കണ്ടു. 24-നകത്താണോ 24 ന്യൂസിനകത്താണോ അതോ മനോരമയ്ക്കകത്താണോ? തല്ലിക്കൊന്ന് വീട്ടിനകത്ത് കുടിച്ചിട്ടെന്ന് സംശയം. പെര തുറക്കാൻ പോലീസ് എന്ത് ചെയ്യുക? പോവാ. മോനെയാന്ന് തോന്നുന്നു. തല്ലിക്കൊന്ന് വീട്ടിനകത്ത് കുഴിച്ചിട്ടു. എടുക്കാൻ പോവാ. പോലീസ് എടുക്കാൻ പോവാ. അപ്പനാണെന്നോ അമ്മയാണെന്നോ വിഷയമല്ല. അടിച്ച് കൊന്ന് പീസാക്കി സൂക്കേസിനകത്താക്കി എന്ത് ചെയ്യുക? അയ്യോ, ഒരു കാമുകി ചെയ്ത കാര്യം കാമുകനെ കൊന്നു. അതോ കാമുകൻ കാമുകിയെ കൊന്നു. എന്തായാലും ഒരു കാര്യം ചെയ്തു, അത് അടക്കിയില്ല. പിന്നെ ബിരിയാണി വെച്ച് കൂട്ടുകാർക്ക് മൊത്തം എന്ത് ചെയ്തു? എങ്ങനെ? പ്രണയബന്ധത്തിലേർപ്പെട്ടവളെ കൊന്നിട്ട് ബോഡി അടക്കം ചെയ്യാതെ ആ ബോഡി എടുത്ത് ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ഇവന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും വെച്ചാൽ? അത് ഒരു ശരീരം മൊത്തം കയറുന്ന ചെമ്പ. അപ്പൊ ഇവൻ പീസാക്കി ഇല്ലേ വെച്ചാ 3 കിലോയുടെ ബിരിയാണി. അത് കഴിഞ്ഞ് അടുത്ത ദിവസം 5 കിലോയുടെ ബിരിയാണി. എന്നോട് നിങ്ങളുണ്ടോ? എങ്ങനെ പറ്റും ഇത്? ഈ ഒരു കോഴിയെ കൊന്ന എൻ്റെ കൈവിറക്കി വെച്ച ഒരു കോഴിയെ കൊന്ന ആ സ്ഥാനത്ത് ഒരു സ്ത്രീയെ കൊന്നിട്ട് കിലോ കണക്കിന് ഇറച്ചിയെടുത്ത് ബിരിയാണി വെച്ച് കൂട്ടുകാർക്ക് വിളമ്പിക്കൊടുക്കാൻ പറയണമെങ്കിൽ കൊടുക്കണമെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ അനുഭവങ്ങൾ നോഹയുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ടോന്ന്. സ്തോത്രം. ദുഷ്ടത പെരുകി എന്ന് പറഞ്ഞാലും സ്വന്തം കൂടെയുള്ളതിനെ ബിരിയാണി വെച്ച് കൊടുക്കത്തക്ക നിലയിൽ ദുഷ്ടത ആ കാലത്തുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതിനേക്കാൾ ദുഷ്ടത പെരുകി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നീയും വസിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇന്ന് രാത്രി തിരിച്ചറിയാനാണ് സ്വർഗം നമ്മോട് സംസാരിക്കുന്നത്. വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം. എനിക്കറിയത്തില്ലേ പണത്തിന് വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന കാര്യം. ഈ സ്കൂളെന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രതീക്ഷയാണ് അല്ലേ? ഞാൻ കഴിഞ്ഞ അടുക്കൊരു പരസ്യത്തിന് പറഞ്ഞൊരു കാര്യം. സ്കൂളെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷയാണ്. നമ്മളെ പണ്ട് പഠിപ്പിച്ചേക്കുന്നത് മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തുല്യമാണ് ആര്? ഗുരു എന്നാ പണ്ട് നമ്മൾ പഠിച്ചിരുന്നത്. ഇപ്പൊ ആ ഗുരുക്കളെ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. പല ഗുരുക്കന്മാരും മയക്കമരുന്നിന്റെ ഏജന്റുമാരാ. അച്ഛാ ഈ സ്കൂളെന്നൊക്കെ പറഞ്ഞ ദൈവമേ, നമ്മൾ ICSE CBSE എങ്കിൽ CBSE, കേരള സ്റ്റേറ്റ് സിലബസ് എങ്കിൽ സിലബസ്, കിട്ടുന്ന പൈസ അവിടെ നിന്ന് കൊടുത്തൊക്കെ മേടിച്ച് കുഞ്ഞുങ്ങളെ വിടുക. ദൈവമേ അവന് ഭാവി. ഇപ്പൊ ഞാൻ പ്രസംഗിക്കുമ്പോഴേ എൻ്റെ ഉള്ളിൽ ചിന്തയുണ്ട്, കൊച്ചിൻ്റെ ഭാവി. വെച്ചേക്കുന്നുണ്ടോ ഒരു സാധനം? അദ്ദേഹം നിന്ന് പിടിക്കുക, നമ്മളൊക്കെ ഇരുന്നിട്ട് നിന്ന് പിടിക്കുക. എന്നാ ഇത് കഴിയുമ്പോൾ ഒരു നന്മ കിട്ടും. ആ നന്മ എന്തിന്? പുട്ടടിക്കാനല്ല, കൊച്ചിൻ്റെ ഭാവിക്ക് വേണ്ടി.
4 മണിക്ക് റബ്ബർ വെട്ടാൻ പോകുന്ന ആൾക്കാരുണ്ട്. 4-നും 3 മണിക്കും അവൻ ഹെഡ്ലൈറ്റ് ഒക്കെ വെച്ച് 3 മണിക്ക് റബ്ബർ വെട്ടുന്നത് കിട്ടുന്ന പൈസയ്ക്ക് വൈകിട്ട് മത്തി മേടിച്ച് അടിച്ച് പൊരിച്ച് കഴിക്കാനല്ല. മത്തി മേടിക്കത്തില്ലെന്നല്ല, മേടിക്കും. ബാക്കി പൈസ കുഞ്ഞിന്റെ പഠനം, കുഞ്ഞിന്റെ ഫ്യൂച്ചർ. അതിനു വേണ്ടി നമ്മൾ സ്വരുക്കൂട്ടി വെച്ചിട്ട് ഒരു കുഞ്ഞിനെ സ്കൂളിലോട്ട് വിടുമ്പോൾ ആ സ്കൂള് പോലും ദുഷ്ടതയുടെ സ്ഥലമായി മാറുക എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും? എവിടെ ചെന്ന് തീരും ഈ ലോകം? സ്തോത്രം, സ്തോത്രം. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓർത്ത് നോക്കി. സൗദിയിൽ തന്നെ ഒരു അമ്മാമ്മ വിളിച്ച് പറഞ്ഞു, പാസ്റ്റർ മോക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഇപ്പം ഞങ്ങൾ പാസ്റ്റർമാരായതുകൊണ്ട് മിക്കവാറും ഇങ്ങനെ വിളികൾ വരാറുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അവിടെ മംഗലാപുരത്താണ്, ഒരു 4-5 വർഷമായിക്കാണ്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. എന്താ അമ്മ? അല്ല, അവൾക്ക് എന്തോ പഠിക്കാൻ ബുദ്ധിമുട്ട് ചോദിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് മോളോട് സംസാരിക്കാം. ഇല്ല പാസ്റ്റർ, അവൾ ഫുൾ ടൈം സ്റ്റഡി ചെയ്യുക. അമ്മമാർ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അവൾ ഫുൾ ടൈം സ്റ്റഡി. ഈ ഫുൾ ടൈം സ്റ്റഡി ആണെങ്കിൽ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് അവസാനം ഫോണിൽ കൂടെ പ്രാർത്ഥിക്കേണ്ടതായിട്ട് എന്ത് ചെയ്തു? വന്നപ്പോൾ ഞാൻ അവളെ വിളിച്ചു ചോദിച്ചു, മോളെ എവിടാ? അവൾ ലോഡ്ജില്ല, ഒരു ഹോട്ടൽ മുറിയില്ല. അപ്പം ചോദിച്ചു, എന്തോ പറ്റി മോളെ? ഒന്നുമില്ല അങ്ങളെ, ഒട്ടിക്കാൻ ഒരു സ്റ്റാമ്പ് വന്നു, നാക്കെ തൊട്ട് സ്റ്റാമ്പ് എന്ത് ചെയ്താ ഒട്ടിച്ചത്, അത്രേ അറിയത്തുള്ളൂ. ഒരു സ്റ്റാമ്പേ തൊട്ട് ഒരു നാക്കെ തൊട്ട് സ്റ്റാമ്പ് ഒട്ടിച്ചു, കലാസ് കഴിഞ്ഞു. പിന്നെ അവർക്ക് എപ്പോഴും ഈ സ്റ്റാമ്പ് എന്ത് ചെയ്യണം? ഒട്ടിക്കണം. എപ്പോഴും ഒറ്റ പ്രാവശ്യം ഒട്ടിച്ചതേ ഉള്ളൂ. സൗദി എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാവരും സുഖം അനുഭവിക്കുന്നവരല്ല. ഗൾഫുകാരെ കുറിച്ച് നമ്മൾ അറിയണം. എല്ലാവരും സുഖം അനുഭവിക്കുന്നവരല്ല. അവർ അധ്വാനിക്കാതെ 3 നേരം അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നാട്ടിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷെ അവരൊക്കെ താമസിക്കുന്നതും കഴിക്കുന്നതും ഉണ്ടല്ലോ, കുപ്പൂസും അച്ചാറും ഒക്കെയാ. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. ഒരു 50% അങ്ങനെയുള്ളവരാ. നാട്ടിലോട്ട് വരുമ്പോൾ നല്ല ടീഷർട്ടും നല്ല പാൻറ്റും ഒക്കെ മേടിച്ച് ഒരു ഷൂ ഒക്കെ ഇട്ട് ഒരു മൊബൈൽ ഫോണൊക്കെ EMI കൊടുത്തൊരു മൊബൈൽ ഫോണൊക്കെ എടുത്ത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് തുടങ്ങണോ. അച്ഛൻ അവിടെ എങ്ങനെയാന്ന്? അച്ഛൻ അവിടെ അങ്ങനല്ല. അച്ഛൻ അവിടെ ഷൂ കാണാറില്ല. അച്ഛൻ്റെ ഷൂ പൊടിയൊക്കെ പിടിച്ച് അങ്ങനത്തെ ഷൂ ആയിരിക്കും. പിന്നെ ജീൻസ് കാണാറില്ല, കാരണം പച്ച ഡ്രസ്സ് മണ്ടയിടും, അതാ കാണാറുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? ആ മരുഭൂമിയിൽ കിട്ടുന്ന പൈസ മോക്കൊരു ഭാവി ഉണ്ടാകാൻ വേണ്ടി മംഗലാപുരത്തെ കോളേജിൽ അഡ്മിഷൻ എടുത്തുകൊണ്ടാക്കി. പക്ഷേ ഇപ്പോൾ സ്റ്റാമ്പ് ഒട്ടിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടോ? സ്തോത്രം. അന്നത്തെക്കാൾ ദുഷ്ടത പെരുകി നിൽക്കുന്ന കാലഘട്ടമാണ്. ഡോക്ടേഴ്സിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, എഞ്ചിനീയേഴ്സിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ടീച്ചേഴ്സിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. മനുഷ്യന്റെ ദുഷ്ടത പെരുകി നിൽക്കുന്ന കാലഘട്ടമാണ് ഞാനും നിങ്ങൾ വന്നെത്തിയിരിക്കുന്നത്. ഈ 2-ാം ദിവസത്തിൽ സ്വർഗം സംസാരിക്കുന്നു. യേശുവിന്റെ വരവിന്റെ അടയാളമാണ് ഇതൊക്കെ. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവരുണ്ടോ? ഹല്ലേലൂയ. ദോഷം നിരൂപിക്കുന്ന കാലഘട്ടം. അടുത്തത് പറയുന്നത് ദോഷം നിരൂപിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദോഷം നിരൂപിക്കുക. ഒരാളെ തീർക്കണമെങ്കിൽ അതിന് കൂട്ടം കൂടുന്നതിനകത്ത് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും അല്ല. എൻ്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടോ? നിങ്ങൾ ഉണ്ടെന്നുള്ളവർ മാത്രം കൈ പൊക്കിക്കാൻ നോക്കട്ടെ. ഉണ്ടോ നോക്കട്ടെ. അയ്യോ അങ്ങനെയല്ല, തലയ്ക്ക് മേളിൽ പൊക്കിയാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. തലയ്ക്ക് മേളിൽ പൊക്കണം, എന്നാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എല്ലാവരും ഉണ്ടല്ലോ. സ്തോത്രം. 4 കാര്യങ്ങളാണ് ബോധിച്ചതുപോലെ നടക്കുന്ന കാലഘട്ടം. ജഡം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന കാലഘട്ടം. 3 ദുഷ്ടത പ്രവർത്തിക്കുന്ന കാലഘട്ടം. സ്തോത്രം. 4 ദോഷം നിരൂപിക്കുന്ന കാലഘട്ടം. എൻ്റെ അമ്മാമേ, പണ്ടൊക്കെ നമ്മുടെ വീട്ടുമുറ്റം എന്ന് പറയുമ്പോൾ നമുക്കൊരു സുരക്ഷിത സ്ഥലമല്ലായിരുന്നു നമ്മുടെ വീട്ടുമുറ്റം. ഇന്ന് 3 വയസ്സുള്ള 4 വയസ്സുള്ള കുഞ്ഞിനെ വീടിൻ്റെ മുറ്റത്തോട്ട് നമ്മൾ കളിക്കാൻ വിട്ടാൽ നമ്മളിങ്ങനെ ഒളികണിട്ട് നോക്കിക്കൊണ്ടിരിക്കും. ആന്നോ? എന്താ? 10 സെന്റ് സ്ഥലത്തിന് നാം കരം കൊടുക്കുന്നതാ. ഇന്റർലോക്കൊക്കെ ഇട്ട് നമ്മൾ ഗേറ്റും മതിലും ഒക്കെ വെച്ചിരിക്കുന്നതാ. ആ 10 സെന്റ് സ്ഥലത്തിനകത്ത് പോലും സ്വന്തം കുഞ്ഞിനെ കളിക്കാൻ വിടാൻ പറ്റാത്ത തരത്തിൽ ഈ അന്തരീക്ഷം മൊത്തം എന്ത് ചെയ്തു? മാറി. വീട്ടുമുറ്റത്ത് കളിച്ചോടുന്ന കുഞ്ഞിനെ കാണാനില്ല.
സൈക്കിൾ ഒട്ടി പുറത്തിറങ്ങിയ കുഞ്ഞിനെ കാണാനില്ല. ഞാനിതൊക്കെ പറയുന്നത് ഇന്നത്തെ സാഹചര്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എക്സ്പ്ലനേഷൻ ഇല്ലാതെ ഇത് മനസ്സിലാകും. ഇത് തിരിച്ചറിയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, അടുത്ത വർഷം ആനുവൽ കൺവെൻഷൻ ഇവിടെ കാണുമോ ഇല്ലയോ എന്ന് നമുക്കാർക്കും ഒരു ഉറപ്പും പറയാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി പഴയതുപോലെ ആത്മസാന്നിധ്യത്തിലേക്ക് ജനം കയറി വരണം, ആരാധനയിലേക്ക് ജനം കയറി വരണം, വിശുദ്ധിയിലേക്ക് ജനം കയറി വരണം. ഒരു മടങ്ങിയ വരവന്റെ കാലഘട്ടമായി ഇത് മാറണം. വിശുദ്ധ ബൈബിൾ അങ്ങനെ തന്നെ പറയുന്നു, കാള തന്റെ ഉടയവനെയും കഴുതവൻ യജമാനുടെയും പുൽത്തൊട്ടി അറിയുന്നു, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. ഇന്ന് രാത്രി മടങ്ങി വരാനുള്ള ദൂതാണ് സ്വർഗം ഈ കോണിമണ്ണോട് സംസാരിക്കുന്നത്. ഇന്ന് രാത്രി ദൂത് ഏറ്റെടുക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ആ കരമൊന്ന് ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറ. ഒന്ന് നോഹയുടെ കാലമാണ്. രണ്ടാമത്തെ പ്രത്യേകത ദുർഘട സമയങ്ങൾ. തിമത്തിയോസിന്റെ ലേഖനം എടുത്തേ, 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. 1 തിമത്തിയോസ്. ഒരുവൻ അധ്യക്ഷസ്ഥാനം, ക്ഷമിക്കണം, 2 തിമത്തിയോസ്, സോറി. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. ഒന്ന് കേട്ടോണേ, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. മനുഷ്യർ സ്വസ്നേഹികളും. ഇങ്ങോട്ട് നോക്കിയേ, മനുഷ്യർ, അന്ത്യകാലത്തിന്റെ പ്രത്യേകത മനുഷ്യർ സ്വസ്നേഹികൾ. എന്തോ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ആരോട് മാത്രമേ സ്നേഹമുള്ളൂ? നമ്മളോട് മാത്രമേ നമുക്ക് സ്നേഹമുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ കിട്ടിയാൽ നമ്മൾ ആരെയും നോക്കത്തുള്ളൂ. ആദ്യം മാസ്യോത്തിന് പോയാൽ നമുക്ക് പ്ലേറ്റ് നമുക്ക് കിട്ടിയോ നോക്കും, നമുക്ക് പുട്ട് കിട്ടിയോ, കിട്ടി, എല്ലാം നമ്മൾ ഓക്കെയാണോ, ഓക്കെ. കൂടെ വന്നവനോ അല്ല, അവന് പുറകെ ഉണ്ടല്ലോ, കിട്ടിക്കോളും. നമുക്ക് അവൻ്റെ വിഷയം അല്ല. സോ നമുക്ക് നമ്മളോട് മാത്രമേ, എന്നോട് നിങ്ങൾ വരണേ പ്ലീസ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്കിത് അറിയാം, എനിക്കറിയാം. ഇത് വളരെ പരിചയമുള്ളതാണ്. ഒന്ന് റിമൈൻഡ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഒരു റിമൈൻഡർ, ജസ്റ്റ് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുക. യേശുവിന്റെ മടങ്ങിവരവിന്റെ സിംബലിനെ കുറിച്ച് പറയുമ്പോൾ അടുത്തതായി പറയുന്ന ദുർഘട സമയങ്ങൾ വരുമെന്ന. ദുർഘട സമയത്തിന്റെ പ്രത്യേകത ഒന്ന്, മനുഷ്യർ സ്വസ്നേഹികൾ. നമുക്ക് നമ്മോട് മാത്രമേ സ്നേഹമുള്ളൂ, വേറെ ആരോട് നമുക്ക് എന്തോ ഇല്ല, സ്നേഹമില്ല. സ്തോത്രം. അതിനൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെ സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഇങ്ങനെ പോകുന്നതുകൊണ്ട് പിന്നീട് ഒത്തിരി കമൻറ്റുകൾ വരാതിരിക്കാൻ ഞാൻ പല വാക്കുകൾ ശ്രദ്ധിക്കുക. ഇതിനൊക്കെ വ്യക്തമായ തെളിവുകൾ നമുക്ക് പറയാനുണ്ട്. ഈ കൂടപ്പറപ്പിനോട് സ്നേഹമില്ലാത്ത ആൾക്കാരുണ്ട്. എങ്ങനെ കൂടപ്പറപ്പിനോട് സ്തോത്രം. ഇനി കൂടപ്പറപ്പിന്റെ കാര്യം പോട്ടെ, ജനിപ്പിച്ച അപ്പനും അമ്മയ്ക്കും 5 പൈസ കൊടുക്കാത്ത, എങ്ങനെ നിങ്ങളെ മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. കൺവെൻഷൻ പ്രസംഗം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്ത് കാണത്തില്ല. ഉള്ളി ഇങ്ങനെ വന്ന് പുക, കാറ്റും തീയും. എന്നാ പുകയും കാറ്റും തീയും? നമുക്ക് ഇതെല്ലാം വന്നാലല്ലേ ഗുണമാകത്തുള്ളൂ. ഇതിലൂടെ നിങ്ങളുണ്ടോ? ഒരു സ്തോത്രം എന്ന് പറഞ്ഞു നോക്കട്ടെ. ഈ പിന്നെ അപ്പനോടും അമ്മയോടും സ്നേഹമുള്ളൊരു കൂട്ടം ആൾക്കാരുണ്ട്, മക്കൾ. എല്ലാ മക്കൾക്കും അല്ല, അപ്പനോടും അമ്മയ്ക്ക്. ഇപ്പോൾ ഈ കാനഡ, UK, ഓസ്ട്രേലിയയിലൊക്കെ താമസിക്കുന്ന പിള്ളേർക്ക് അപ്പനോടും അമ്മയ്ക്കും അമ്മയോട് ഭയങ്കര സ്നേഹമാണ്. അതെപ്പോഴെന്നറിയോ? അവർക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ. അവർക്കൊരു പ്രഗ്നൻ്റ് ആയൊരു 3-4 മാസമാകുമ്പോൾ തുടങ്ങി പിന്നെ സ്നേഹം. പിന്നെ ആ കൊച്ചൊരു 10 വയസ്സാകുന്നത് വരെ സ്നേഹം. മമ്മി വാ, മമ്മി ഒന്ന് വന്നേ. അയ്യോ മമ്മി, വേറെ ആരാ പോകുന്നത്? ഇതാകുമ്പോഴത്തേന് ഫ്രീ സർവീസ്. അവിടുന്ന് ഒരാളെ എടുക്കുവാണെങ്കിൽ എത്ര ലക്ഷം രൂപ കൊടുക്കണമെന്നറിയോ? നാട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടുപോകണമെങ്കിലോ വിസയ്ക്ക് ലക്ഷങ്ങൾ, ടിക്കറ്റ്, അവിടെ ചെന്ന് പ്രതിമാസം ശമ്പളം, തിരിച്ചു വരുമ്പോൾ നല്ലൊരു എമൗണ്ട് എന്ത് ചെയ്യണം, കൊടുക്കണം. ഇതാകുമ്പോഴോ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് ഒരു ടിക്കറ്റ് 35,000 രൂപ. അത് ഇവിടുന്ന് കയറി ശ്രീലങ്കയിൽ ലാൻഡ് ചെയ്തു, ശ്രീലങ്കയിൽ നിന്ന് ദുബായിൽ ലാൻഡ് ചെയ്തു, ദുബായിൽ നിന്ന് തിരിച്ച് വീണ്ടും കൊച്ചിയിൽ ലാൻഡ് ചെയ്തു, കൊച്ചിയിൽ നിന്ന് പിന്നെ വീണ്ടും ബോംബെ ലാൻഡ് ചെയ്തു, ബോംബെയിൽ നിന്ന് നേരെ അങ്ങോട്ട്. ഇതാ അമ്മയോ കറങ്ങട്ടെ. എന്നോട് നിങ്ങൾ ഓണ്ടോ?
അവിടെ ചെന്ന് 6 മാസത്തെ ഫുൾ സർവീസ് കഴിഞ്ഞിട്ട് തിരിച്ചെന്ത് ചെയ്തു? കയറ്റി വിട്ടു. ചില ആൾക്കാർ ചെയ്യുന്ന കാര്യം കേൾക്കണോ? ലഗേജ് പോലും കുറച്ച് കൊണ്ടുപോകാവുന്ന ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്ത് കയറ്റി വിടുന്ന മക്കളുണ്ട്. കാരണം 40 കിലോ കൊണ്ടുപോകാമെങ്കിൽ മേടിച്ച് കൊടുക്കണ്ടായോ? 40 കിലോ 20 കിലോയാണെങ്കിൽ ആ ഒരു ബേഡം നമുക്ക് കുറയുമല്ലോ. സ്തോത്രം, സ്തോത്രം. അപ്പോൾ നിങ്ങൾ ഓർക്കും ഈ കൊടുമുണ്ടുകാരോട് പറയട്ടെ എന്താ കാര്യമൊന്ന്. ഞാൻ പോയ രാജ്യത്ത് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഓസ്ട്രേലിയയിൽ പോയപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് 15 കിലോയുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് കയറ്റി വിടരുതേ. പോകുന്ന വഴിക്ക് തിരിച്ച് മടങ്ങി പോകുമ്പോൾ അമ്മയുടെ ഒരു നാട്ടിൽ അറ്റ്ലീസ്റ്റ് 1 ലക്ഷം രൂപയിൽ എന്ത് ചെയ്യണം? മമ്മി ഇത് മമ്മി കൈവച്ചോ, മമ്മി അപ്പയ്ക്ക് കൊടുക്കണ്ട, ആർക്കും മമ്മി കൈവച്ചോ, മമ്മി 1 ലക്ഷം രൂപ കൊടുക്കണം. സ്തോത്രം. അതിനകത്ത് പോലും ബിസിനസ് കാണുന്ന തലമുറയുടെ കാലഘട്ടമാണിത്. മറ്റാരെ സ്നേഹിക്കാൻ ഇവിടെ ആർക്കും നേരമില്ല. സ്വന്തം കാര്യം മാത്രം നോക്കുന്നൊരു തലമുറയുടെ കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവരുണ്ടോ? ഇതിനകത്ത് എന്തെങ്കിലും മാറ്റിവെക്കാനുണ്ടോ? ഇതൊക്കെ കാണുമ്പോൾ ഓർത്തോണം, യേശുവിന്റെ വരവാഗതമായെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്വസ്നേഹികൾ. പിന്നെന്തോ നമ്മളെ വായിച്ച്? ദ്രവ്യാഗ്രഹികളും. ദ്രവ്യാഗ്രഹി. ഇതൊക്കെ അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. പണത്തോടുള്ള ആർത്തി, ദ്രവ്യത്തോടുള്ള ആർത്തി. ഇപ്പം നമ്മുടെയൊക്കെ പലരുടെയും അധ്വാനം കണ്ടാൽ ഓർക്കും കഞ്ഞി കുടിക്കാൻ വേണ്ടിയാണ്. ഈ കഷ്ടപ്പാട് മൊത്തം കഞ്ഞുടിക്കാനല്ല, കൂട്ടി വെക്കാനാ. നമ്മുടെ ഈ പലരുടെയും കഷ്ടപ്പാട് കണ്ടാൽ അവർക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടുന്നത്. കഞ്ഞി കുടിക്കാനൊക്കെ ഉണ്ട്, പിന്നെ ഇത് കൂട്ടി വെക്കാനാ. 10 1 ലക്ഷം FD ഇട്ട് അങ്ങോട്ട് മാറ്റി, 10 1 ലക്ഷം FD ഇട്ട് ഇങ്ങോട്ട് മാറ്റി, 10 1 ലക്ഷം. ഇത് കൂട്ടി വെക്കാനുള്ളത് അത്ര പാടാ. അല്ലാതെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയുള്ള ഉണ്ടാക്കുന്നു. നിങ്ങൾ എന്നോട് ഉണ്ടെന്നോ ഇല്ലെന്നോ? ദ്രവ്യാഗ്രഹികൾ. അടുത്ത വാക്യം. വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ, ദൂഷകന്മാർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, നന്ദി കെട്ടവർ, അശുദ്ധർ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവരും, ഏഷണിക്കാരും, അജിതേന്ദ്രിയന്മാരും, ഉഗ്രന്മാരും, സൽഗുണദ്വേഷികളും, ദ്രോഹികളും, ധാർഷ്ട്യക്കാരും, നിഗളികളുമായി വായിക്കേ. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് അതിന്റെ ശക്തിയെ ത്യജിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ വന്നിരിക്കുന്നത്. ഇത് എത്ര പരമാർത്ഥമാണ് ഈ രാത്രി എത്രവർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇണങ്ങാത്തവർ, വാത്സല്യമില്ലാത്തവർ, വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ, ഉഗ്രന്മാർ. സ്തോത്രം. അല്ലേ അച്ഛാ? സ്തോത്രം. ദുർഘട സമയങ്ങൾ വരും. സാമൂഹികമായി ഉണ്ടാകുന്ന മാറ്റം എക്സ്പ്ലെയിൻ ചെയ്താൽ അത് മാത്രം പറഞ്ഞാൽ എൻ്റെ സമയം തീരും. സാമൂഹികമായ മാറ്റം ഇനിയുണ്ട്. ഒരു 3-4 കൂടെ വായിച്ചേ മോളെ. അവിടെ നിൽക്കേ. അടുത്ത വാക്യം വായിച്ചേ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം എടുത്തേ. 12:2 വായിച്ചേ. ശാന്തമായിട്ട് വായിച്ചാൽ മതി, കുഴപ്പമില്ല. ദാനിയേൽ 12:2 വായിച്ചേ. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും. ക്ഷമിക്കണം. 4-ാമത്തെ വാക്യം. 4. നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. അടുത്ത വാക്യം. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. സാമൂഹികമായി ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ജ്ഞാനം എന്ത് ചെയ്യും? വർദ്ധിക്കും. എന്ന് പറഞ്ഞാൽ അറിവുണ്ടാവും, അറിവ് വർദ്ധിക്കും. അയ്യോ, അനീഷയിലെ പറയുന്ന ഞാൻ ആദ്യമായിട്ടൊരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് 2006 എൻ്റെ ചിന്ത. 2006. ഏബൽ എന്ന് പറയുന്ന എൻ്റെ മോൻ ഫോൺ ഉപയോഗിക്കുന്നത് 3 വയസ്സുള്ളപ്പോഴാണ്. ഞാൻ എൻ്റെ വാസ്തവ 32 വയസ്സുള്ളപ്പോൾ ഉപയോഗിച്ച സാധനം എൻ്റെ മോൻ ഉപയോഗിച്ചത് അവന് 3 വയസ്സുള്ളപ്പോഴാണ്. അയ്യോ, അതിനകത്തിരിക്കുന്ന പല കാര്യങ്ങളും എനിക്കറിയത്തില്ല. അവൻ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം? ഒരാമയും പറഞ്ഞു. ജ്ഞാനം വർദ്ധിക്കും. നിങ്ങൾക്കറിയാം,
സ്തോത്രം. ഇതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലനേഷൻ വേണമെന്നില്ല, എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. എന്നേക്കാൾ പ്രബുദ്ധരാണ് നിങ്ങൾ. നമുക്കറിയാത്ത കാര്യങ്ങൾ 3 വയസ്സുള്ള കൊച്ചിന് എന്ത് ചെയ്യാം? അവനറിയാം. മൊബൈൽ ഫോണൊക്കെ അവന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതും കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് അവനാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്കറിയത്തില്ല. നമുക്ക് ആകെ അറിയാവുന്നത് തോണ്ടുക എന്ന് മാത്രമേ ഉള്ളൂ. മേലോട്ട് നോണ്ടുക. എങ്ങനെ ഒരു ഫോൺ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അത് സൈലൻ്റ് ആക്കാൻ അറിയത്തുമില്ല, സ്വിച്ച് ഓഫ് ആക്കാനും അറിയത്തില്ല. മേടിച്ച് ബാഗിനകത്ത് ഇട്ടോണ്ട് വരും. ആരാധനയ്ക്ക് പാട്ട് പാടും, പ്ലീസ് അതിനെ കിടുക്കോ എന്ന് അടിച്ചുകൊണ്ടിരിക്കുക. ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ അറിയത്തില്ല. പിള്ളേരെ വിടണം, അവർ ചെയ്യുന്നത് ഓഫ് ചെയ്യണം. അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ് ജ്ഞാനം വർദ്ധിക്കും. നോഹയുടെ കാലം പോലൊരു കാലം വരുന്നു. ദുർഘട സമയങ്ങൾ വരുന്നു. ജ്ഞാനം വർദ്ധിക്കുന്നു. ഇതൊക്കെ വിവരണമില്ലാതെ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇനി ലൂക്കോസ് 21:11 വാക്യം വായിക്കുമ്പോൾ മഹാവ്യാധികൾ എന്ത് ചെയ്യും? ഉണ്ടാകും. അന്ത്യകാലത്തിന്റെ സാമൂഹിക ലക്ഷണമാണ് മഹാവ്യാധികൾ. ഇങ്ങോട്ട് നോക്കി, കർത്താവിന്റെ മടങ്ങിവരുടെ ലക്ഷണമായിട്ട് പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെന്റ് മഹാവ്യാധികൾ വരും. എടുത്തോ. ലൂക്കോസിന്റെ സുവിശേഷം 21:11 വാക്യം വായിച്ചേ. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. ഒരു മിനിറ്റ്. മഹാവ്യാധികൾ ഉണ്ടാവും എന്ന് പറയുന്ന അന്ന് അധികം വലിയ വ്യാധികളൊന്നും ഇല്ല. സ്തോത്രം. അന്നത്തെ സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൻ്റെ എണ്ണം തന്നെ ഇല്ല അച്ഛാ, കൂടുതലെന്ന് പറയാൻ പറ്റുമോ? കോടികളല്ലേ? അല്ലയോ? ആന്നു ഹോസ്പിറ്റൽ കൂടിക്കൊണ്ടിരിക്കുകയല്ലയോ? ഇഷ്ടം പോലെ ഹോസ്പിറ്റൽ. നമ്മുടെ പിള്ളേർ മൊത്തം നേഴ്സുമാരല്ലയോ? +2 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ നേരെ എങ്ങോട്ട് വിടും? പറ. കാരണം എന്നാ ക്ഷാമം ജോലിക്കുണ്ടായാലും ഈ ഫീൽഡിൽ മാത്രം ഒരു ക്ഷാമവും. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്ന ആൾക്കാർ മലയാളികളാണെന്ന് എൻ്റെ ചിന്ത. അല്ലയോ? ആണോ? ഇന്ത്യയിൽ എന്ന് പറയാൻ പറ്റത്തില്ല, വേൾഡിൽ. അമേരിക്കയിലേക്ക് ആൻറ്റിബയോട്ടിക് പെട്ടെന്ന് കൊടുക്കത്തില്ല. ഞാൻ മനസ്സിലാക്കി കൊടുത്ത ആൻറ്റിബയോട്ടിക് പെട്ടെന്ന് അവർ പ്രിസ്ക്രൈബ് ചെയ്യത്തില്ല. ഓസ്ട്രേലിയയിൽ കൊടുക്കത്തില്ല ആൻറ്റിബയോട്ടിക് ഒന്നും. കൊടുക്കും വളരെ ലേറ്റായിട്ട് കൊടുക്കത്തുള്ളൂ. അങ്ങനെ സൗഖ്യമായില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് നേരെ പനി വൈറൽ കാണിച്ച് നമ്മുടെ വായില്ലയോ ഒരു തുറപ്പ്. പുള്ളി ഞെട്ടിപ്പോയി. പുള്ളി പറഞ്ഞു വൈറൽ ഫീവറാ, 5 ദിവസത്തെ ആൻറ്റിബയോട്ടിക് അടിച്ചു. ഷുഗറിന്റെ ബോർഡർ ലെവൽ ആകുമ്പോൾ തൊട്ടേ നമ്മൾ ടാബ്ലറ്റ് എടുക്കാൻ തുടങ്ങി. എന്തിനാ? കൂടുതൽ ജീവിക്കാൻ വേണ്ടിയാ. ജീവിക്കാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന കൊണ്ടാണ് മരുന്ന് കൂടുതൽ എന്ത് ചെയ്യുന്നത്. അത് എടുക്കുന്നോറും നമ്മുടെ പ്രാണൻ കുറഞ്ഞുകൊണ്ട് ഇരിക്കുക. സ്തോത്രം. എന്നോട് നിങ്ങൾ വരുന്നുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. സ്തോത്രം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ കുഞ്ഞുങ്ങളെ, ഇതിങ്ങനെ വാക്കുകളുടെ പ്രകടമൊന്നുമല്ല. ഒരു സാധാരണക്കാരനാണ് ഞാൻ. ഇതുപോലെ കൂലിപ്പണി ചെയ്ത ഒരു അപ്പൻ്റെ മോനാ. സ്തോത്രം. ഇത് എൻ്റെ മനസ്സ് തുറന്നുള്ള മെസ്സേജാ. ഇന്ന് രാവിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനാ മുറിയിൽ ഇത് പറയണമെന്ന് തമ്പുരാൻ നൽകിയ നിയോഗമാ. ഇതിനകത്ത് മറ്റ് ചിന്തകളില്ല. രണ്ടാമതൊരു മീറ്റിങ്ങിന് വിളിക്കണമെന്നുള്ള പ്രതീക്ഷ ഇതിനകത്തില്ല. ഇതിനകത്ത് ഈ ദൂതുകളൊക്കെ നിങ്ങളുടെ അകത്തോട്ട് നിട്ടിട്ട് എവിടെയെങ്കിലും നിട്ടിട്ട് സ്തോത്രം ഒരു ഇഞ്ചെങ്കിലും ഒരു മാറ്റം നമ്മുടെ അകത്തുണ്ടാകുന്നെങ്കിൽ അത് ഈ കൺവെൻഷന്റെ വിജയം തന്നെയാ. യേശു മടങ്ങി വരാൻ കാലമെടുത്തെന്ന യാഥാർത്ഥ്യം ഇന്ന് രാത്രി കൊടുമൺ നിവാസികൾ തിരിച്ചറിഞ്ഞിട്ട് അഭിഷേകത്തോടെ ആരാധിക്കുന്ന പണ്ടത്തെ വിശുദ്ധിയിലേക്കും കൃപയിലേക്കും ദൈവസഭ മടങ്ങി വരണം. അതാണ് ഇന്ന് രാത്രി ഈ ദൂതിന്റെ പിന്നിലെ ഉദ്ദേശം. ഈ രാത്രി വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം. പണ്ടത്തെ അപേക്ഷിച്ച് ഹോസ്പിറ്റൽ ഇഷ്ടം പോലെ, 100 കണക്കിനല്ല 1000 ഡോക്ടേഴ്സ്. ഒരു രോഗമുണ്ടായാൽ ആ രോഗം കണ്ടുപിടിക്കാനുള്ള എക്യുപ്മെന്റ്സ് പോലും ഇഷ്ടം പോലെ. MRI സ്കാൻ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഫുൾ കാര്യങ്ങൾ അവരെന്ത് ചെയ്യുക? വിളിക്കുക. ഹോസ്പിറ്റൽ ഇഷ്ടം പോലെ. അപ്പം നമ്മൾ ഓർക്കും ഇതൊക്കെ ഉള്ളതുകൊണ്ട് രോഗം കുറയുമെന്ന്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് രോഗം കുറയുവാണോ കൂടുവാണോ? കൂടുക. കേൾക്കാത്ത പേരുകളാണ് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷി, പന്നി, കുരങ്ങ്, എലി, ചിക്കൻ. പനിയുടെ പേരാ. ഒരു പനിക്ക് പല പേരുകളാണ്. അത് എല്ലാ മൃഗത്തിൻ്റെ പേര് രക്തത്താല് ചെയ്യും. പന്നി, പക്ഷി, കുരങ്ങ്, തക്കാളി, എലിപ്പനി, ചിക്കൻ ഗുനിയ, നിപ്പ വൈറസ്, കൊറോണ, ക്യാൻസർ, എംബോള. അയ്യോ, പേര് പോലും പറയാം
പറ്റാത്ത സൈസ് രോഗങ്ങളാ, വ്യാധികൾ, മഹാവ്യാധികൾ ഉണ്ടാവും. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പാലസ്തീനിൽ തെരുവിൽ നടന്ന പ്രസംഗത്തിനകത്ത് യേശു പറഞ്ഞു, ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ വരുമെന്ന് അന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി വീണ്ടെടുപ്പെടുത്തെന്നോർത്ത് സ്തോത്രം ചെയ്യാൻ അകത്ത് ആത്മാവുള്ളവർ തയ്യാറായേ പറ്റത്തുള്ളൂ. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുകയാണ്. ആ കരങ്ങളൊന്ന് ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറ. ആ വ്യാധികൾ ഉണ്ടാകും, സാമൂഹികമായ ലക്ഷണമാണത്. വ്യാധികൾ ഉണ്ടാകും. ഇപ്പോഴും പലരുടെയും സംശയം പോയിട്ടില്ല. അടുത്തിരിക്കുന്ന ആൾക്ക് കൊറോണ ഉണ്ടോ, ഇപ്പോഴും പേടിയില്ല നിൽക്കുന്നത്. പിന്നെ ഇപ്പം അത് മരണ റേറ്റ് കുറവായതുകൊണ്ട് നമ്മളങ്ങ് വിശ്വസിച്ച് അടുത്ത് വന്ന് എന്ത് ചെയ്യുക, ഇരിക്കുക, കുഴപ്പമില്ലെന്ന് ഓർത്ത്. എന്നാലും പനിയാന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കും, മൂക്കടപ്പുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കും. കാരണം നമുക്ക് ഇപ്പോഴും ആ ഭയം എന്ത് ചെയ്തിട്ടില്ല. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? സ്തോത്രം. ആ വ്യാധികൾ വർദ്ധിക്കും. ഇനി അടുത്തത് 2 പത്രോസ് 3:4 വാക്യം ഒന്ന് വായിച്ചാട്ട് പ്ലീസ്. 2 പത്രോസ്. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം. കർത്താവിന്റെ മടങ്ങിവരനെ കുറിച്ചുള്ള വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് ഈ കാലത്തിൽ വരുമെന്ന് നീ എന്ത് ചെയ്യണം, അറിയണം. അപ്പൊ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് പരിഹാസികൾ എന്ത് ചെയ്യും, വരും. ഇന്നുണ്ടോ പരിഹാസികൾ? ഉണ്ടെന്നോ ഇല്ലെന്നോ? അവന്റെ വാക്തത്വം എവിടെ? കൊല്ലം കുറേ ആയില്ലോ, വരുന്നു പറഞ്ഞിട്ട് എവിടെ വരാൻ? അതിനിടയ്ക്ക് ഞാനൊരു സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററോട് ചോദിച്ചു, അമ്മേ കർത്താവിന്റെ വരവ്, അതൊക്കെ ഒരു തമാശയല്ലേ മാസ്റ്ററെ, ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? അത് ആന്നച്ചാ അതൊക്കെ ഒരു തമാശയല്ലേ എന്ന് പറഞ്ഞാൽ കൂട്ടത്തോടെ പരിഹസിക്കുന്നവർ എഴുന്നേൽക്കും. ഇത് സമൂഹത്തുണ്ടാകുന്ന മാറ്റമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു എക്സ്പ്ലനേഷൻ ഇല്ലാതെ നമ്മുടെ കൺമുമ്പിൽ ഇത് ലൈവായിട്ട് കാണുന്നു. ഇത് കാണുമ്പോൾ എന്താ നാം തിരിച്ചറിയേണ്ടത്? പുറകോട്ട് പോകാനാണോ? ആരാധന മുടക്കിക്കളയാനാണോ? എത്രവർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇത് അടുക്കുമ്പോൾ, ഇത് അറിയുമ്പോൾ ഓരോ നിമിഷവും ഗൗരവമായി ദൂതുകൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിലേക്ക് അടുക്കാൻ ഇന്ന് രാത്രി സ്വർഗം സംസാരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടി ഹല്ലേലൂയ. ഇനി രസകരമാണ് അടുത്ത കാര്യം പറയുമ്പോൾ, സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം. അടുത്ത കാര്യം പറയാം, 6-ാമത്തത് യാക്കോബ് 5:1-5 വരെ. യാക്കോബ്, ഇതൊക്കെ ഞാൻ വിവരണമില്ലാതെ പറയുന്നതിൻ്റെ കാരണം എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒപ്പിക്കണം. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 5-ാമത്തെ 1-5 വാക്യം വായിച്ചേ. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും. സമൂഹത്തിലുണ്ടെന്ന മാറ്റമാണ് അവിടെ പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ചോണേ. നിങ്ങളുടെ പണം ദ്രവിച്ചും ഉടുപ്പ് ചിതലരിച്ചും പോയി. അടുത്ത വാക്യം, നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അടുത്ത വാക്യം, അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. വായിച്ചു പെട്ടത് പോകരുത്. അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ ഒന്ന് പറയുന്നത്, അന്ത്യകാലത്തിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ ശേഖരിച്ചിരിക്കുന്നു. അന്ത്യകാലത്തിന്റെ ലക്ഷണമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നിക്ഷേപങ്ങൾ വർദ്ധിക്കും. നിങ്ങൾ മിണ്ടുന്നില്ല. അർത്ഥം FD, ഫിക്സഡ് ഡിപ്പോസിറ്റ് വർദ്ധിക്കും. നിങ്ങൾ മിണ്ടുന്നില്ല. ഞങ്ങൾ ഈ നാട്ടുകാരെ അല്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ല, അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങനെ ഒപ്പിച്ചു 10-1 മനസ്സിലാകുന്നുണ്ടോ? ഇത് അനീഷ് മാസ്റ്റർ എവിടുന്നെങ്കിലും കൊണ്ടിട്ട സാധനമല്ല, ബൈബിളിനകത്ത് പറയുന്ന കാര്യമാണ്. ബൈബിൾ അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ് കൂലിക്കാർ കൊടുക്കേണ്ട കൂലി പോലും പ്രോപ്പറായിട്ട് കൊടുക്കാതെ അത് മുഴുവൻ സേവ് ചെയ്ത് നിക്ഷേപം എന്ത് ചെയ്യും? നിക്ഷേപം വർദ്ധിക്കും. ഏറ്റവും കൂടുതൽ 18 ജില്ലയിൽ കാശുള്ളത് പെന്തിക്കോസുകാർക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 18 ജില്ലയിൽ ഏറ്റവും വലിയ കാശ്
എന്തെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു. ഇല്ലെന്നേ പറയത്തുള്ളെങ്കിലും സംഭവം ഉണ്ട്. എൻ്റെ അടുത്ത് നിങ്ങളുണ്ടോ? നിങ്ങൾ മിണ്ടുന്നില്ല എന്നോർത്ത് ഞാൻ പറയാതിരിക്കുമോ? രക്തത്താല് ജയം ഞാൻ പറയും. 9, 10 വരെയെങ്കിലും ഞാൻ പറഞ്ഞിരിക്കും. രക്തത്താല് ജയം. സ്തോത്രം. കരമുയർത്തി കർത്താവ് ഒരുമിച്ച് ഒന്ന് സ്തോത്രം ചെയ്ത്. ഇതൊരു ഇൻഡോർ മീറ്റിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ ഒരിടത്ത് നിന്നങ്ങ് പറയണം. ഇൻട്രാക്ഷൻ നമുക്ക് ഐ കോൺടാക്ട്സ് കിട്ടുമല്ലോ. മറ്റേ സ്റ്റേജിലാണെങ്കിൽ സ്റ്റേജും ഈ ഓഡിയൻസ് തമ്മിൽ വളരെ ഡിസ്റ്റൻസ് കാണും. ഒരു മെസ്സേജ് എടുത്ത് ഇങ്ങനെ പറഞ്ഞു പോകാനേ പറ്റത്തുള്ളൂ. ഇത് പക്ഷേ അങ്ങനെയല്ല. നിങ്ങളുടെ ഐ കോൺടാക്ട്സ് എനിക്ക് കിട്ടും. തമ്മിൽ നോക്കി സംസാരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ തലത്തിൽ ഇന്ന് രാത്രി പോകാൻ കർത്താവിൽ ആഗ്രഹിച്ചത്. ഇവിടെ വന്നതിന് ശേഷമാണ് ചർച്ചിനകത്തുള്ളൊരു മീറ്റിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായത്. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് എന്നെ ഈ തലത്തിൽ ഗൈഡ് ചെയ്യുന്നത്. കർത്താവ് വലിയ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. എൻ്റെ ഭാഷാശുദ്ധിയോ എൻ്റെ ശബ്ദമൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ബൈബിൾ പറയുന്നു അന്ത്യകാലത്തിന്റെ കർത്താവിൻ്റെ മടങ്ങി വരുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ് നിക്ഷേപങ്ങൾ ശേഖരിക്കും, അത് വർദ്ധിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് അന്ത്യകാലമാണെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം ഒരു FD പോലും ഇല്ലാത്ത ഒരു മനുഷ്യനും ഇന്ന് രാത്രി ഇതിനകത്ത് കാണത്തില്ല. സ്തോത്രം. നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ പൈസ ഉണ്ടാക്കുന്നത് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ എന്തിനു വേണ്ടിയാ? പറ. കൂട്ടിവെക്കാനാ. കൂട്ടിവെക്കുക എന്നുള്ളതാണ്. എന്തിനു കൂട്ടിവെക്കാൻ? നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. പിന്നെ രോഗം വരുമ്പോൾ മക്കളെ ആശ്രയിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്കെടുത്തോണ്ട് ഹോസ്പിറ്റലിൽ, സത്യം പറഞ്ഞാൽ കൂട്ടിവെക്കുന്നത് ഹോസ്പിറ്റലിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾ വരുന്നുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? നമ്മുടെ മനസ്സിൽ നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ എനിക്ക് രോഗം വരുമ്പോൾ ആരെയും ആശ്രയിക്കാതിരിക്കാൻ കുറച്ച് പൈസ FD ഇട്ട് എന്ത് ചെയ്യുക? വെക്കുക. സത്യം പറഞ്ഞാൽ ആ FD ഇട്ട് ഇപ്പം നല്ലത് ഫുഡ് കഴിക്കുവാണെങ്കിൽ ആ രോഗം അത് വരത്തില്ല. ഇത് ഫുഡ് കഴിക്കാതെ ഉള്ളത് മൊത്തം കൊണ്ട് പിരിക്കി അവിടെ ഇട്ടു. അവിടെയൊക്കെ ഒരു കാര്യം വലിയ പ്രയാസം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-4 വാക്യം വായിക്കുമ്പോൾ അന്ത്യകാലത്തിന് മറ്റൊരു ലക്ഷണം പറയുന്നുണ്ട്. അത് യാത്രകൾ വർദ്ധിക്കും. അതിന് ഇംഗ്ലീഷ് കൊടുത്തേക്കുന്നത് many shall run to and fro. ഇംഗ്ലീഷ് വേർഡ് അങ്ങനെ കൊടുത്തേക്കുന്നത്. ഒത്തിരി പേര് ഓടും. യാത്രകൾ വർദ്ധിക്കും. വായുമാർഗം, വായുമാർഗം, കരമാർഗം, കടൽ മാർഗം സഞ്ചരിക്കുന്നവർ 1, 2 ആണോ? ഇങ്ങോട്ട് നോക്കി. എന്നാ മാമ ഇപ്പം മേലോട്ട് നോക്കിയാൽ മാമ ഇതിനകത്തോടെ ഒരു 1000 വിമാനം എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പം ഞങ്ങളുടെ ചർച്ചിലെ വർഷപ്പ് ലീഡർ ഇപ്പം വിമാനത്തെ ഇരിക്കുക. പുള്ളി പൊക്കോണ്ടിരിക്കുക മസ്കറ്റിൽ. പുള്ളി വിമാനത്തെ അല്ല, പുള്ളി മാത്രമാണ്. ആ കൂടെ 100 പേര് കാണത്തില്ലയോ? അതുപോലെ ഒന്നാണോ? ഇപ്പം നമ്മളൊരു ചർച്ച് വെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ എന്നറിയാമോ? സെമിത്തേരി അല്ല, പിന്നെ വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു കൺവെൻഷൻ വെച്ചാൽ നമ്മുടെ കൺസേൺ, ആദ്യത്തെ കൺസേൺ ഏത് പാസ്റ്ററെ വിളിക്കും അതല്ല, വാഹനങ്ങൾ എവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്നേ എന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായി ഒരു വാഹനമെങ്കിലും ഇല്ലാത്ത വീടുകൾ ഇല്ല. ഇത് ബൈബിൾ പറയുന്നു യാത്രകൾ വർദ്ധിക്കും. ഇത് കർത്താവിന്റെ മടങ്ങിവരവിന്റെ തെളിവാണ്. ഞാൻ ഇനി എന്തിന് കൂടുതൽ കാര്യങ്ങൾ പറയണം? സ്തോത്രം. ഈ പറഞ്ഞ 7 കൂട്ടം കാര്യങ്ങൾ മാത്രം മതിയല്ലോ ഉണർവിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്. ഉണരാൻ ഇതിനപ്പുറത്തേക്ക് ആവശ്യമില്ല. ഇന്ന് രാത്രി ഞാൻ വ്യക്തമായി പറയാം, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ ശ്രോതാക്കളെ, നാം ചിന്തിക്കുന്ന പോലെ ഇനി കാലഘട്ടം ദൂരമല്ല. യേശുവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. ഇന്ന് രാത്രി അത് തിരിച്ചറിഞ്ഞ ആത്മാവിൽ ഉണരുവാൻ അകത്ത് മനസ്സുള്ള എത്ര ദൈവമക്കളുണ്ട്? കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറ. പ്രകൃതിക്കുണ്ടാകുന്ന വീക്ഷണത്തെ കുറിച്ച് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ ആത്മീയ ഗോളത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം പറയാം. ആത്മീയ ഗോളത്തിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ മാറ്റത്തിന്റെ പ്രത്യേകതയാണ് വിശ്വാസത്യാഗം. പറഞ്ഞേ എന്ന് പറഞ്ഞാൽ അന്ത്യകാലത്തിന്റെ പ്രത്യേകത, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? അപ്പൊ വിശ്വാസമില്ലാത്ത കാലഘട്ടം, അത് തെളിവ് നമുക്കുണ്ടോ? ഉണ്ടല്ലോ. കർത്താവ് സൗഖ്യമാക്കുമോ? പിന്നെ സൗഖ്യമാക്കും. ഹോസ്പിറ്റലിലോ അത് പോകാതിരിക്കുമോ? ഞങ്ങൾ പ്രാർത്ഥിച്ച് വിടുക. പോകുമ്പോൾ ആഗ്രഹിക്കുന്ന ഡോക്ടറെ തന്നെ എന്ത് ചെയ്യാൻ, കാണാൻ കൃപ കൊടുക്കണേ. OP ചെല്ലുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാകരുതേ. മെഡിസിൻ മേടിക്കുന്ന സമയത്ത് ഉള്ളവരെയൊക്കെ ശാസിച്ച് നേരത്തെ വിടണേ. അമ്മാമ്മയ്ക്ക് ആദ്യമേ മരുന്ന് കൊടുക്കണേ. ശസ്ത്രക്രിയ ചെയ്യാൻ വരുന്ന ഡോക്ടറിന്റെ കൈ വറയ്ക്കാതെ കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകിച്ച് കൃപ, വിശേഷമായ കൃപ കൊടുക്കണേ. സൗഖ്യമാക്കുന്ന കർത്താവാണോ? ആണെന്നേ. ഞങ്ങൾ മുത്തൂറ്റി പോകും, അത് വേറെ കാര്യം. അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ് വിശ്വാസത്യാഗം. നമ്മളിങ്ങനെ
നമ്മളിങ്ങനെ പറയും 2 3 പേർ കൂടുന്നിടത്ത് കർത്താവുണ്ട്, 2 3 പേർ കൂടുന്നിടത്ത് കർത്താവുണ്ട്. ഇങ്ങനെ വാദോരാതെ പറയുന്നല്ലാതെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര എണ്ണം ഉണ്ടെന്നായി പറയുന്നത്? അല്ലേ അച്ഛാ? അന്നു സ്തോത്രം. ഞാൻ മനസ്സിലാക്കിയത് മർത്തോമയ്ക്ക് പകരമുള്ളൊരു കൂട്ടായ്മ, കത്തോലിക്കയ്ക്ക് പകരമുള്ള കൂട്ടായ്മ എന്ന നിലയിൽ ആവാനല്ല നമ്മൾ വന്നിട്ടുള്ളത്. സ്തോത്രം. നമ്മൾ ഈ വിശുദ്ധി വീഴ്ചത്തിലേക്ക് ഇറങ്ങി വന്നത്, ഈ വേർപാടിലേക്ക് ഇറങ്ങി വന്നത് ഒരു പ്രതീക്ഷയോട് മാത്രമാണ്, ഒരു പ്രത്യാശയോടുകൂടെ മാത്രമാണ്. ഇന്ന് രാത്രി ആ പ്രത്യാശ അകത്തുള്ള ദൈവമക്കൾക്കായി കർത്താവിന് സ്തോത്രം. സഹോദരങ്ങളെ, പുറകോട്ട് വിളിക്കുന്ന ഏതെങ്കിലും ഒരു മേഖല ഉണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞാൽ അതിനെ ശാസിച്ച ആത്മാവിൽ മുമ്പോട്ട് കുതിക്കാനുള്ള പ്രബോധനമാണ്, ഒരു മടങ്ങിയവരവന്റെ ദൂതാണ് ഇന്ന് രാത്രി 2ാം ദിവസ കൺവെൻഷനിൽ സ്വർഗം നമുക്ക് നൽകി തരുന്നത്. വിശ്വസിച്ച് ഏറ്റെടുക്കാൻ മനസ്സുള്ള എത്ര ദൈവമക്കളുണ്ട്? ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. രണ്ടെണ്ണം കൂടെ പറയാം. സ്പിരിച്വൽ ഫീൽഡിൽ ഉണ്ടാകുന്ന 2 തെളിവ് ഞാൻ പറയാം. ഒന്ന്, 21-ാം അധ്യായം ലൂക്കോസ് 21-34 വാക്യം ഒന്ന് വായിച്ചേ. സമയം ഒത്തിരി മുമ്പോട്ട് പോകുന്നു. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാന ചിന്തകളാലും ഉപജീവന ചിന്തകൾ ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ ആകുല ചിന്തകൾ, ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു. ആകുല ചിന്ത അന്ത്യകാലത്തിന്റെ ലക്ഷണമാ. ദ സ്പിരിറ്റ് ഓഫ് ആൻസൈറ്റി, ആൻസൈറ്റിയുടെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആകുല ചിന്ത, വിചാരങ്ങൾ ആകുല ചിന്ത. ഉണ്ടോന്ന് ചോദിച്ചാലോ ഉണ്ടെന്നോ ഇല്ലെന്നോ? അയ്യോ, നമുക്കിപ്പോ പല പേരൻസിന്റെയും ഭാരം അവരെ ഓർത്തല്ല, പലരുടെയും ഭാരം കൊച്ചുമക്കളെ ഓർത്തിട്ടാ. പലരുടെയും ടെൻഷൻ കൊച്ചുമകനെ ഓർത്തിട്ടാ. ഒന്നാമത്തെ ടെൻഷൻ അവൻ ഫുഡ് കഴിക്കുന്നില്ലെന്ന വിഷയത്തില്ല. അവൻ ഫുഡ് എന്ത് ചെയ്യുന്നില്ല? ഇല്ല. വല്ലതും കഴിച്ചോന്ന് ചോദിച്ചാൽ അവൻ 1 നേരം കഴിക്കുന്നത് നമ്മൾ 3 നേരം എന്ത് ചെയ്യും? സ്തോത്രം. എൻ്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടോ? നമുക്ക് നിർത്തിയേക്കാം. മതിയോ? നിർത്തിയേക്കാം. ആകുല ചിന്ത, സ്തോത്രം. ആൻസൈറ്റി, ഉത്കണ്ഠ. നാളെ അത് കഴിഞ്ഞ് പണ്ടേ ഒരു സേട്ടു അറിയാമോ? സേട്ട് കോടീശ്വരനായ ഒരു മനുഷ്യൻ. അപ്പം അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പൈസ ഉണ്ട്. പുള്ളിയുടെ അകത്തൊരു ആഗ്രഹം ഉണ്ടായി, തൻ്റെ സമ്പത്ത് തനിക്ക് ശേഷം വരുന്ന എത്ര തലമുറകൾക്ക് കഴിക്കാനുള്ള പണം ഉണ്ടെന്ന് കണ്ടെത്താൻ പുള്ളിക്കാരനൊരു ആഗ്രഹം. എത്ര തലമുറ വരെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം? കഴിക്കാം. അപ്പം അതിന് കുറേ ചാർട്ടേഡ് CA പഠിച്ച കുറേ ആൾക്കാരെ വിളിച്ചു. മോനെ, ഇത്ര കോടി അല്ലെങ്കിൽ ഇത്ര രൂപ എനിക്കുണ്ട്, ഇത് എത്ര തലമുറ വരെ കഴിക്കാം? അപ്പോൾ അവർ കണക്കൂട്ടാൻ തുടങ്ങി. ഇപ്പോൾ പുള്ളിക്ക് 3 പിള്ളേർ. ഈ 3 പിള്ളേർ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് ഒരാൾക്ക് 3 വെച്ച്, ഇപ്പോൾ 9. അവന്മാർ കല്യാണം കഴിക്കുമ്പോൾ ഒരാൾക്ക് 3 വെച്ച്. ഈ കൂട്ടുണ്ടായോ? കൂട്ടണം. അങ്ങനെ ഇവർക്ക് തലമുറ ഉണ്ടാകുന്നതിൻ്റെ എണ്ണമൊക്കെ എടുത്ത് ഇവർ കണക്ക് കൂട്ടി അവസാനം പറഞ്ഞ്, എൻ്റെ സേട്ടെ ഭാരപ്പെടേണ്ട, 20 തലമുറ വരെ കഴിക്കാനുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ, 20 തലമുറ വരെ. ഈ മനുഷ്യൻ അത് കേട്ട് ഒറ്റ കരച്ചിലായിരുന്നു. അപ്പോൾ ചോദിച്ചു, എന്തിനാ കരയുന്നേ? ഇവിടെ മറുപടി, 21ാമത്തെ തലമുറ വന്നാൽ പട്ടിണി കിടക്കണമല്ലോ, അവന് വേണ്ടി ആര് കരുതുമെന്ന്. 21ാമത്തെ തലമുറയെ ഓർത്ത് ഇന്ന് കരയുന്നവരെ ആ മനുഷ്യർ. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. നിന്റെ അകത്ത് ആകുല ചിന്ത ഉണ്ടെങ്കിൽ അത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഇന്ന് രാത്രി അതിനെ കാസ്റ്റ് ഔട്ട് ചെയ്യാൻ, അതിനെ ശാസിച്ച് കളയാൻ ഈ രാത്രി മനസ്സുള്ള എത്ര ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ. നല്ല പാട്ടുകൾ നമുക്കുണ്ടല്ലയോ? ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ, ആദിയാലായുസിനെ നീട്ടാനാകുമോ നരനുലകിൽ. എങ്ങനെ? ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ, ആദിയാലായുസിനെ
നീട്ടാനാകുമോ നരനുലകിൽ എന്ന് പറഞ്ഞാൽ ആധിയാൽ ആയുസ്സിനെ നീട്ടാൻ ആകുമോ നരനുലകിൽ. സ്തോത്രം. ഈ പാട്ടിൻ്റെ ഭാഗത്തോട്ട് പോയാൽ പാടാൻ വലിയ കൃപയില്ലെങ്കിലും ഞാനിങ്ങനെ പാട്ട് പറയും. സ്തോത്രം. പാട്ട് പറയും. നിരാശപ്പെടാൻ കാര്യം 10 ഉണ്ടെങ്കിൽ ആനന്ദിപ്പാനുള്ളതായിരങ്ങൾ. എങ്ങനെ? ഓ, നിരാശപ്പെടാൻ കാര്യം 10 ഉണ്ടെങ്കിൽ ആനന്ദിപ്പാനുള്ളതായിരങ്ങൾ. അടുത്ത ലൈനൊക്കെ പാടുമ്പോൾ കരഞ്ഞെന്തിന് ആയുസ് എന്ത് ചെയ്യുന്നു? പാഴാക്കുന്നു. സ്തുതിച്ചൊന്നിൻ വിശ്വാസം വെളിവാക്കുക. സ്തോത്രം. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാം. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തിനായി ജീവിക്കാം. പാടാം നമ്മെ മറന്നു നമ്മൾ, സ്തുതിക്കാം നാം യേശുരാജനെ. പാടാം നമ്മെ മറന്നു നമ്മൾ, സ്തുതിക്കാം നാം യേശുരാജനെ. ഓ, ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാം. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തിനായി ജീവിക്കാം. അടുത്ത ലൈനാണ് ഞാൻ നേരത്തെ പാടിയത്. നിരാശപ്പെടാൻ കാര്യം 10 ഉണ്ടെങ്കിൽ ആനന്ദിക്കാനുള്ളത് എത്ര ഉണ്ട്? സ്തോത്രം. പക്ഷെ നമ്മുടെ വിഷയം എന്തുവാ? ആനന്ദിക്കാനുള്ള 1000 അല്ല, പിന്നെ നിരാശപ്പെടാനുള്ള 10. അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ് ഉത്കണ്ഠ, ആൻസൈറ്റി, വിഷാദ രോഗം, സന്തോഷമില്ലായ്മ. ഇഷ്ടം പോലെ പണവും സമ്പത്തും ഉണ്ടെങ്കിൽ ചിരിയില്ല, മുഖം വാട്ടല. എന്തുകൊണ്ടാ വിശേഷം? ഒന്നുമില്ല പാസ്റ്ററെ. സുഖമാണോ? ഇങ്ങനെയൊക്കെ പോകുന്നു. മക്കളൊക്കെ അമേരിക്കയിലോ, വലിയ വീടും സമ്പത്തും ഉണ്ട്. സുഖമാണോ അമ്മാമ്മേ? ഇങ്ങനെയൊക്കെ പോകുന്നു. അത്രേ ഉള്ളൂ. സുഖമാണെന്ന് പറയാൻ പറ്റുന്നില്ല. ചിരിക്കാത്ത ഫേസ് ഉണ്ട്, അറിയാമോ? 5 കൊല്ലമായി മുഖത്ത് ചിരി വന്നിട്ട് പല്ലി വെളി കണ്ടിട്ട്. സ്തോത്രം. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? ഇതൊരു സ്പിരിറ്റിന്റെ വ്യാപാരമാണ്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം. എല്ലാ മേഖലയും ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്യാഗം, ആകുല ചിന്ത, കപട ഭക്തി, സുവിശേഷീകരണം, ഞാൻ ക്രിസ്തുവാണെന്ന പേരിൽ അനേകർ വരുന്നത്, ദുരുപദേശം, സ്തോത്രം, സ്നേഹത്തിന്റെ ലഭ്യതക്കുറവ്, ഇതൊക്കെ അധർമ്മത്തിന്റെ പെരുകം, ഇതൊക്കെ അന്ത്യകാലത്തിന്റെ ലക്ഷണമാണെന്നും യേശുവിന്റെ മടങ്ങിയ വരവിന്റെ സിംബലാണെന്നും ഇന്ന് രാത്രി ബൈബിളിൽ സാക്ഷ്യപ്പെടുത്തി പറയുമ്പോൾ ഇതൊക്കെ ഇന്ന് സംഭവിക്കുകയാണ്. ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഒന്ന് മടങ്ങാൻ ആഗ്രഹിക്കുന്ന എത്ര അധികം മക്കളുണ്ട്. ആ കണ്ണുകളൊന്ന് അടച്ച് അല്പം നിമിഷം ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് ഒരുപക്ഷെ നാളെ ഈ കൺവെൻഷൻ കാണുമെന്ന് അറിയില്ല. നാം പ്രതീക്ഷിക്കുന്ന പോലെ യേശുവിന്റെ മടങ്ങി വരവ് ഇന്ന് രാത്രി സംഭവിക്കുന്നെങ്കിൽ നാളെ നാം ഇവിടെ യോഗത്തിന് കാണുമോ? അതല്ല, യേശുവിന്റെ കൂടെ ചേരുമോ? ഇന്ന് രാത്രി വിശ്വസിക്കുന്ന എത്ര അധികം മക്കളുണ്ട്. അല്പനിമിഷങ്ങളെ കാര്യങ്ങളെ ഒന്ന് അടിച്ച് ആദരങ്ങളെ തുറന്ന് കർത്താവിനെ സ്തുതിച്ച് ഒന്ന് ആരാധിച്ച്, പണ്ടത്തെ പോലൊരു നല്ല കാലം, അഭിഷേകത്തിന്റെ നല്ല കാലം, ആരാധനയുടെ നല്ല കാലം ഇന്ന് രാത്രി സംജാതമാകട്ടെ. ആ കരങ്ങളെ തട്ടി അടിച്ച് ഒരുമിച്ചൊന്ന് ആരാധിച്ചോട്ടെ.